ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇടിയപ്പം ഒന്ന് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ട് നോക്കുക. വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരിപ്പൊടി ഇട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇച്ചിരി ഉപ്പും ഇട്ട് നല്ല വെള്ളം വെട്ടി തിളപ്പിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്ക് പച്ച വെള്ളത്തിലൊന്ന് കൈ തൊടാനായിട്ട് മറക്കല്ലേ. പിന്നെ തട്ടിൽ നമ്മൾ ഇച്ചിരി എണ്ണ തടവി കൊടുത്ത് അതിനുശേഷം കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോളായിട്ട് നമുക്ക് ഈ ഒരു സേവനാടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും. ഒട്ടും പാടില്ല. ഒരുപാട് പേര് പറയും കൈ നല്ല വേദന എടുക്കുന്ന, കൈയുടെ ഷോൾഡർ വേദന എടുക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പിന്നെ മാവ് നനച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഇച്ചിരി എണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മാവ് നല്ല സോഫ്റ്റായിട്ട് ഈ സേവനാടിയിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ ഓരോ തട്ടിലായിട്ട് വെച്ച് കൊടുത്ത് ഞാൻ മൂന്നാമത്തെ തട്ടിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് തികയാത്തതിനെ കൊണ്ട് ഒരു ഇലയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്, തട്ടങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് തട്ടിലും ഒരു വാഴയിലും ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു വാഴയിലും കൂടെ ഇരിക്കുന്നതിനെ കൊണ്ടും പിന്നെ അത് മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് ഇടിയപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.